റമദാൻ മാസം അവസാനിക്കുകയാണ്. ഇനി 3-4 ദിവസമേ നോമ്പുണ്ടാകൂ. അപ്പൊ നോമ്പ് തുറന്നാൽ നോമ്പ് കഞ്ഞി കുടിക്കാത്ത മുസ്ലിം വിശ്വാസികൾ ഉണ്ടാകില്ല. മിക്കയിടങ്ങളിലും മതഭേദമില്ലാതെ നോമ്പുകഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല കാഴ്ചയിലേക്കാണ് ഇനി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരം പൂന്തുറ മുസ്ലിം പള്ളിയിലെ മസാലക്കഞ്ഞി കുടിക്കാൻ നൂറുകണക്കിന് പേരാണ് ദിവസവും പള്ളിയിലെത്തുന്നത്. മതസൗഹാർദ്ദത്തിനൊപ്പം കഞ്ഞിയുടെ രുചിയും ഏറെ വ്യത്യസ്തമാണ്. നോമ്പായാൽ നോമ്പ് കഞ്ഞി മസ്റ്റാണ്. നോമ്പ് കഞ്ഞി ഇല്ലാത്ത ഒരൊറ്റ പള്ളി പോലും കേരളത്തിലുണ്ടാകില്ല. എന്നാൽ വ്യത്യസ്തമായൊരു വെറൈറ്റി കഞ്ഞിയാണ് നമ്മൾ ഈ കാണുന്നത്. കഞ്ഞി കാഴ്ചയിൽ ഏതായാലും അടിപൊളിയാണ്. ഇതാണ് പ്രധാന പാചകക്കാരൻ. എത്ര വർഷമായിട്ട് കഞ്ഞി വയ്ക്കുന്നു? 36 വർഷം കൊണ്ട് കഞ്ഞി വയ്ക്കും. പേരെന്തുവാ? ഹക്കീം. പല പള്ളികളിൽ കഞ്ഞി വയ്ക്കും. പള്ളി മാത്രമല്ല, കല്യാണത്തിന്റെ ജോലിയാണ് എനിക്ക് മെയിൻ. കല്യാണത്തിന്റെ ജോലിയാണ്. നോമ്പാകുമ്പോൾ കഞ്ഞി വെക്കും. നോമ്പ് കഞ്ഞി വെക്കും. എന്ത് കഞ്ഞി ഇത്? ഇത് മസാല കഞ്ഞി. മസാല കഞ്ഞി എന്ന് പറഞ്ഞാൽ അതന്നെ മസാല കംപ്ലീറ്റ്. അതാണ് ബിരിയാണി ഉണ്ടാക്കുന്ന എല്ലാ മസാലയും അതിൽ ഉണ്ടാവും. ബിരിയാണിക്ക് വരാൻ കഞ്ഞി. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. എത്ര ആള് ദിവസം വന്ന് കഞ്ഞി വാങ്ങിക്കും? നമ്മളൊരു 100-110 കിലോ കഞ്ഞി തുടക്കത്തിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 85 കിലോ. ഈ 3 ചെമ്പും നിറച്ച് ഏതാണ്ട് ഒരു 80% പുറത്ത് വീടിൽ നിന്ന് വാങ്ങുന്നവർക്ക് നമ്മൾ കൊടുക്കും. ഈ പള്ളിയുടെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരും. നമ്മുടെ ഇത് പൂന്തുറ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്തിന്റെ കീഴിലുള്ള പള്ളിത്തെരുവ് ജുമാ മസ്ജിദാണ് ഈ പള്ളിയുടെ പേര്. ഈ പള്ളിയുടെ പരിസര പ്രദേശത്തുള്ള വിവിധ മതസ്ഥർ ഇവിടെ കഞ്ഞി വാങ്ങാൻ വരുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് കൂടുതൽ ആൾ വന്നാൽ കൊടുക്കാൻ സംവിധാനം കഞ്ഞി ഉണ്ടാവും? ഇവിടെ ഉണ്ട്. ഇവിടെ എത്ര കഞ്ഞിയൊക്കെ ഉണ്ട്. ആര് വന്നാലും കഞ്ഞി എത്ര കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് എത്ര രൂപ വന്നാലും കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. കഞ്ഞി വാങ്ങിച്ചു. എങ്ങനെയുണ്ട് കഞ്ഞി? എന്താ ഒരു വ്യത്യസ്തത? ഇവിടുത്തെ കഞ്ഞിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പൊതുവേ നമ്മുടെ മിക്ക പള്ളികളിലും വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യത്തിന് തരും. അത് മാത്രമല്ല നല്ല മനസ്സുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. 100 ഇഷ്ടംമാതിരി ആൾക്കാർ വെളിയിൽ നിന്നൊക്കെ വരുന്നുണ്ട് കഞ്ഞി വാങ്ങിക്കാൻ. പിന്നെ ഇവിടെ വരുന്നുണ്ട്, എപ്പോഴും എല്ലാ വർഷവും വരുന്നുണ്ട്. എല്ലാ വർഷവും നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ വരുന്നത് പല സ്ഥലത്തുനിന്ന്. എനിക്കും നോമ്പാണ്, അതുകൊണ്ട് തൽക്കാലം കഞ്ഞി കുടിക്കുന്നില്ല. ഈ വെറൈറ്റി കഞ്ഞി ഒരു പാത്രം ഞങ്ങളും വാങ്ങിയിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.